അപ്പോൾ നമുക്കിന്ന് എന്താണ് SEO നോക്കാം. SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ SEOയുടെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് എഞ്ചിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. ഇതാണ് ബേസിക്കലി SEO എന്നുള്ള ടേം. സോ നമുക്ക് ബേസിക്കലി നമ്മൾ രണ്ട് തരത്തിലാണ് സെർച്ച് എഞ്ചിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. അതായത് നമുക്ക് രണ്ട് തരത്തിലാണ് SEO ഉള്ളത്. ഒന്ന് ഓൺ പേജ് SEO, മറ്റൊന്ന് ഓഫ് പേജ് SEO. സോ നമുക്കിനി ഈ രണ്ടും എന്താണെന്ന് നോക്കാം. അതായത് എന്താണ് ഓൺ പേജ് SEO, എന്താണ് ഓഫ് പേജ് SEO, ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ഓൺ പേജ് SEO എന്താണെന്ന് നോക്കാം. നമുക്ക് ഓൺ പേജ് SEO നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കിതിൽ ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ നമുക്കിതെല്ലാം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കാനുള്ളത് SSL സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ HTTPS അതിൽ S ഉണ്ടെങ്കിൽ നമ്മൾ SSL സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ SSL ഇംപ്ലിമെന്റഡ് ആണ്. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് www റീഡയറക്ഷൻ ആണ്. അതായത് HTTPS വെച്ച് സെർച്ച് ചെയ്യുമ്പോഴും www വെച്ച് സെർച്ച് ചെയ്യുമ്പോഴും നമ്മുടെ വെബ്സൈറ്റ് ഒരേ ഫോർമാറ്റിൽ തന്നെയാണോ പോകുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേജിന്റെ സ്പീഡാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വെബ്സൈറ്റിന് സ്പീഡ് കുറവാണെങ്കിൽ അത് നോർമലി അത് ഒരു യൂസർ ഇന്റർഫേസിനെ ബാധിക്കും. അതായത് ഒരു യൂസർ എക്സ്പീരിയൻസ് കുറയ്ക്കും. നമുക്ക് വെബ്സൈറ്റ് കൂടുതൽ ബ്രൗസ് ചെയ്യുന്നില്ല. നമുക്ക് ഒന്ന് കയറിയാൽ പിന്നെ നമുക്ക് അതിൽ വീണ്ടും നമുക്ക് കയറാൻ തോന്നില്ല. അപ്പോൾ വെബ്സൈറ്റിന്റെ പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ പേജിന്റെ സ്പീഡ് നമുക്കിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഉള്ളത് ബ്രോക്കൺ ലിങ്ക് ആണ്. ബ്രോക്കൺ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ റിഡയറക്റ്റ് ചെയ്യാനായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് ബ്രോക്കൺ ആണ്. അപ്പം ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊതുവെ അതിന്റെ യൂസർ എക്സ്പീരിയൻസിനെ ബാധിക്കുകയും അതിന്റെ നമ്മൾ നേരെ റാങ്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഇതാണ് ബ്രോക്കൺ ലിങ്ക്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേജ് സ്പീഡും. അതായത് നമുക്കിപ്പോൾ അറിയാം, നമ്മളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിന് തീരെ സ്പീഡ് ഇല്ലെങ്കിൽ അത് നമ്മുടെ വെബ്സൈറ്റിന്റെ യൂസർ എക്സ്പീരിയൻസിനെ ബാധിക്കും. അതുപോലെ തന്നെ അതിന്റെ ബൗൺസ് റേറ്റ് കൂടുകയും നമുക്ക് വീണ്ടും അത് റാങ്കിങ്ങിന് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഇതാണ് സോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ളത് URL ഒപ്റ്റിമൈസേഷൻ ആണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിനുള്ളിൽ ഒരു ഇന്നർ പേജ് ആണ് നമ്മൾ റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനൊരു കീവേഡ് കൊടുക്കുക. അതായത് ആ URL-നുള്ളിൽ തന്നെ നമ്മളൊരു കീവേഡ് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വെബ്സൈറ്റിന് റാങ്ക് ചെയ്ത് ടോപ്പിലെത്താനായിട്ട് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. കാരണം നമ്മൾ URL-നുള്ളിൽ തന്നെ കീവേഡ് കൊടുത്തിട്ടുള്ളതുകൊണ്ടും ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റ് കീവേഡ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ടും നമുക്ക് റാങ്ക് ചെയ്ത് ടോപ്പിലെത്താൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ വെബ്സൈറ്റ് റെസ്പോൺസീവ് ആണോ എന്നുള്ളതാണ്. അതായത് പ്ലാറ്റ്ഫോം ഫ്രണ്ട്ലി ആണോ എന്നുള്ളത്. അതായത് നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ചിലപ്പോൾ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ മൊബൈലിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ടാബ്ലറ്റിൽ യൂസ് ചെയ്യും. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുക മൊബൈലിലായിരിക്കും. അപ്പോൾ അതൊരു മൊബൈൽ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ ഒരു ഫോണ്ടിന്റെ സൈസ് ചിലപ്പോൾ ഒരു പ്രശ്നമായിട്ട് വരും. അതായത് നമ്മൾ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ കുറച്ച് വലിയ ഫോണ്ടായിരിക്കും, അതിനെ നേരെ സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ ഫോൺ സൈസ് കുറഞ്ഞു പോകും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഡെവലപ്മെന്റ് ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ബട്ടൺസും കണ്ടന്റും ഒക്കെ ആയിട്ട് ചിലപ്പോൾ അടുത്തടുത്തൊക്കെ ഇരിക്കും, അതിൻ്റെയൊക്കെ അലൈൻമെന്റിനുള്ള പ്രശ്നങ്ങൾ. അപ്പം അതൊക്കെ നമ്മൾ ഡെവലപ്മെന്റ് ടൈമിൽ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പം നല്ലതായിട്ട് വെബ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലിനി നെക്സ്റ്റ് വരുന്നത് ഇമേജ് ഒപ്റ്റിമൈസേഷൻ ആണ്. അതായത് നമ്മുടെ വെബ്സൈറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യാം. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ റാങ്കിങ്ങിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന ഇമേജസ് ഇപ്പം നമ്മൾ JPEG ആയിരിക്കും ഫോർമാറ്റ്. അപ്പം അത്തരം ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളതിന് ഒരു വെബ് എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ഇതിന്റെ ഫോർമാറ്റ്, അതായത് ഇമേജിന്റെ ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം ഏത് ഫോർമാറ്റ് ആണെങ്കിലും അതിനെ വെബ് എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റുക. അതായത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് JPEG ആയിരിക്കും, അതിനെ വെബിലോട്ട് മാറ്റുക. അപ്പോൾ ഇങ്ങനെ ഫോർമാറ്റ് മാറ്റുക. പിന്നെ ഇതിന്റെ ഫയൽ നെയിമിൽ നമ്മൾ കീവേഡ്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് വെബ്സൈറ്റ് റാങ്ക് ആവാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലെ നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോ ഇമേജസും ഇതുപോലെ ഒപ്റ്റിമൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ അത് റാങ്ക് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ ആണ്. എന്താണ് കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ? അതായത് നമ്മൾ ഗൂഗിൾ ഇതിൽ ഏറ്റവും കൂടുതൽ റാങ്കിങ്ങിന് ഗൂഗിൾ നോക്കുക അതിലെ കണ്ടന്റ് ആണ്. അതായത് ഫ്രഷ് ആയിട്ടുള്ള ക്വാളിറ്റി കണ്ടന്റ്സ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നും അല്ലാത്ത കണ്ടന്റ്സ്, അത് നമ്മൾ യൂസറിന് പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക. കാരണം ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ്. അപ്പം നമ്മളെ ഏത് കീവേഡിലാണ് നമ്മുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യണം എന്ന് ഗൂഗിളിന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ കണ്ടന്റ്സ് ഗൂഗിൾ കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഗൂഗിൾ ഇതിൽ നമ്മുടെ കണ്ടന്റ് ആണ് ഒരു റാങ്കിങ് ഫാക്ടർ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മൾ ഗൂഗിളിൽ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിൽ ഇത്തരത്തിലുള്ള കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ. അതായത് കീവേഡിനെ നമ്മൾ ഓവറായിട്ട് സ്റ്റഫ് ചെയ്യാതെ, അല്ലെങ്കിൽ കീവേഡിന്റെ ഡെൻസിറ്റി ഒരു 2.5 to 3 എന്നുള്ള നിലയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കീവേഡ്സ് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ റാങ്കിങ്ങിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്നിപ്പറ്റ് ഒപ്റ്റിമൈസേഷൻ ആണ്. നമ്മൾ സ്നിപ്പറ്റ്സിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പേജ് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതായത് നമ്മുടെ വെബ് പേജ് നമ്മൾ SERP, അതായത് സെർച്ച് എഞ്ചിന്റെ റിസൾട്ട് പേജിൽ ലിസ്റ്റായി വരുമ്പോൾ നമുക്ക് അതിലുണ്ടാവുക ഒരു ഹെഡിങ്ങും ഒരു ഡിസ്ക്രിപ്ഷനും ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാം. ഒപ്റ്റിമൈസ് ചെയ്യുന്നത് നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് യൂസറിനെ കൊണ്ട് അത് ക്ലിക്ക് ചെയ്യിപ്പിക്കുക, അപ്പം അതിനത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ട് വരുന്നത് സ്നിപ്പറ്റ് ഒപ്റ്റിമൈസേഷൻ ആണ്. നമ്മൾ സ്നിപ്പറ്റ്സിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേജ് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ സ്നിപ്പറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജ് SERPയിൽ ലിസ്റ്റ് ആയിട്ട് വരുമ്പോൾ, അതായത് നമ്മുടെ സെർച്ച് എഞ്ചിന്റെ റിസൾട്ട് പേജിൽ വരുമ്പോൾ അതിലുണ്ടാവുക ഒരു ഹെഡിങ്ങും ഒരു ഡിസ്ക്രിപ്ഷനും ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിനെ നമ്മൾ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് നമ്മുടെ പേജ് റാങ്ക് ചെയ്യാനും ആൾക്കാർ, അതായത് യൂസർ ക്ലിക്ക് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹെഡ് ടാഗ്സ് ആണ്. അതായത് നമ്മൾ വെബ്സൈറ്റിൽ നമുക്ക് ഹെഡിങ്സ് കൊടുക്കാം. അതായത് ഒരു H ടാഗ് ആണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുക. H1 to H6 വരെ നമുക്ക് യൂസ് ചെയ്യാം. അത് പല ടൈപ്പ് ഓഫ് ഹെഡിങ്സ് ആണ്, അതിന്റെ സൈസ് അനുസരിച്ചും ഒക്കെയാണ്. സോ ഇത്തരം ഹെഡിങ്സിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളത് റാങ്ക് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ കീവേഡ്സ് യൂസ് ചെയ്യുക, അത് നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓൺ പേജ് SEO. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഓഫ് പേജ് SEO ആണ്. ഓഫ് പേജ് SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്തത്. ഇനി നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തേർഡ് പാർട്ടി വെബ്സൈറ്റ്സിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുക, ബ്ലോഗ്സ് പബ്ലിഷ് ചെയ്യുക. അപ്പം ഇങ്ങനെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് വെബ്സൈറ്റ്സിൽ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അതിനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ഓഫ് പേജ് SEO എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് SEO എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. സോ ഇതുപോലെ തന്നെ SEO റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഇനിയും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സോ നമ്മൾ മോർ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ.